ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് LGS, അതേപോലെ കേരള ബാങ്കിൻ്റെ LGS, അതുപോലെ ഓരോ ജില്ലകളിലേക്കും നടക്കുന്ന വേരിയസ് LGS, ഈ 3 LGSനും വേണ്ടിയിട്ട് നമ്മൾ ഇന്നു മുതൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം 100 മാർക്കിലെ എക്സാം നടക്കുന്ന അതിൽ 40 മാർക്കിനാണ് നമ്മുടെ GK ഉള്ളത്, പൊതുവിജ്ഞാനം ഉള്ളത്. 20 മാർക്കിന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, 10 മാർക്ക് സയൻസ്, അതുപോലെ 10 മാർക്ക് പൊതുജനാരോഗ്യം, പിന്നെ 20 മാർക്കിനുള്ള മാത്സ്. ഇതാണ് നമ്മുടെ LGSൻ്റെ എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത്, സ്റ്റാർട്ടിംഗ് ഡേ ആയിട്ട് ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, 4ാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഈ ഭാഗത്ത് 5 മാർക്കാണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്തുനിന്ന് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലൈൻ ഓഫ് കൺട്രോൾ, അതായത് LOC ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ലൈൻ ഓഫ് കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് LOC അല്ലെങ്കിൽ പിന്നെ ലൈൻ ഓഫ് കൺട്രോൾ വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏത്? LOC അല്ലെങ്കിൽ പിന്നെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഇത് ലൈൻ ഓഫ് കൺട്രോൾ. രണ്ടാമത്തത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അതായത് LAC ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നത് അല്ലെങ്കിൽ LAC ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഇത് LAC അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അപ്പോൾ ഓർത്തു നോക്കുക, LOC ആണെങ്കിൽ പാകിസ്ഥാനാണ്, AC ആണെങ്കിൽ ചൈനയാണ്. OC പാകിസ്ഥാനാണ്, AC ഏതാ? ചൈനയാണ്. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗം ഏതാണ്? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേതാണ്? ഇന്ത്യയുടെ തെക്ക് ഭാഗ അതിർത്തി ഏതാ? ഇന്ത്യയുടെ തെക്ക് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലെ? ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത് ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത് ഏതാ? അറബിക്കടലാണ് അല്ലേ? ഓപ്ഷൻ D ആണ്, അറബിക്കടലാണ് ഏത്? ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വടക്ക് ഭാഗം ഏതാണ്? ഇന്ത്യയുടെ വടക്ക് ഭാഗം ഏതാണ്? ഇന്ത്യയുടെ വടക്ക് ഭാഗം? ഓപ്ഷൻ A ഹിമാലയമാണ് അല്ലെ? ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ഏതാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ഏതാ? ബംഗാൾ ഉൾക്കടലാണ് അല്ലെ? ഓപ്ഷൻ B ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ ഓർത്തു നോക്കുക, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയം, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണെങ്കിൽ അത് ബംഗാൾ ഉൾക്കടൽ. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ അതിർത്തി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാക് കടലിടുക്കാണ് അല്ലെ? ഓപ്ഷൻ C പാക് കടലിടുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാക് കടലിടുക്ക് എന്ന പേരിലാണ്. ഇനി പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ C ആണ്, ഡ്യൂറന്റ് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡ്യൂറന്റ് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റാഡ്ക്ലിഫ് ആണ് അല്ലെ? ഓപ്ഷൻ D റാഡ്ക്ലിഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതേതാ? അത് മക്മോഹൻ രേഖ എന്ന പേരിൽ അല്ലെ? ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? മക്മോഹൻ രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത്: ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. മൊത്തം 9 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ 7 എണ്ണം കരാതിർത്തിയിലാണ്, 2 എണ്ണം എങ്ങനെയാ? നമ്മുടെ സമുദ്ര അതിർത്തിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ ആകെ അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ ആകെ അതിർത്തി എത്ര കിലോമീറ്ററാണ്?
ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ്. 22,716 കിലോമീറ്റർ ആണ്. 22,716 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ അതിർത്തി എന്ന് പറയുന്നത്. അതായത് സമുദ്ര അതിർത്തിയും കര അതിർത്തിയും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇന്ത്യയുടെ ആകെ അതിർത്തി. അത് എത്രയാ? 22,716.6 കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയുടെ ആകെ സമുദ്രതീരത്തിന്റെ നീളം എത്രയാണ്? ഇന്ത്യയുടെ ആകെ സമുദ്രതീരത്തിന്റെ നീളം എത്രയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 7,516 കിലോമീറ്റർ ആണ്. 7,516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ സമുദ്രത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഇത് ഏതാ? നമ്മുടെ ആൻഡമാൻ നിക്കോബാറും അതുപോലെ ലക്ഷദ്വീപ് തീരപ്രദേശമൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് 7,516 കിലോമീറ്റർ വരുന്നത്. എന്നാൽ ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്ര അതിർത്തി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6,100 കിലോമീറ്റർ ആട്ടോ. 6,100 കിലോമീറ്റർ ആണ്. അപ്പോൾ ലക്ഷദ്വീപിനെയും ആൻഡമാൻ നിക്കോബാറിനെയും തീരപ്രദേശമൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അത് 7,516 കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 6,100 കിലോമീറ്റർ എന്ന കാര്യം ഓർത്തു നോക്കുക. ഇനി ഒന്നും ചോദിക്കുന്നില്ല ഇന്ത്യയുടെ ആകെ സമുദ്രതീരത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ അത് 7,516 കിലോമീറ്ററുമാണ്. ഇനി ഇന്ത്യയുടെ ആകെ കര അതിർത്തി എത്രയാണ്? ഇന്ത്യയുടെ ആകെ കര അതിർത്തി എത്രയാണ്? ഇന്ത്യയുടെ ആകെ കര അതിർത്തി? ഓപ്ഷൻ സി ആണ്. 15,200 കിലോമീറ്റർ അല്ലെ. 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ കര അതിർത്തി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ്? എത്ര പോസ്റ്റൽ സോണുകളാണുള്ളത്? ഇന്ത്യയിൽ 9 പോസ്റ്റൽ സോണുകളാണ് ഉള്ളത് കേട്ടോ. ഇന്ത്യയിലാകെ 9 പോസ്റ്റൽ സോണുകളാണുള്ളത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ് അല്ലെ. ഓപ്ഷൻ ഡി ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകളാണുള്ളത്? എത്ര റെയിൽവേ സോണാണുള്ളത്? 18 റെയിൽവേ സോൺ അല്ലേ. ഇന്ത്യയിൽ 18 റെയിൽവേ സോണുകളാണുള്ളത്. ഇനി ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം? ഓപ്ഷൻ ഡി അല്ലേ. 6 ഭാഷ അല്ലേ. 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എത്രയാ? 6 എണ്ണമാണ്. ഇനി ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ഗോവയാണ് കേട്ടോ. ഗോവക്കാണ് ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇനി ഇന്ത്യയിൽ എത്ര ഔദ്യോഗിക ഭാഷകളാണുള്ളത്? ഇന്ത്യയിൽ എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട്? 22 ഭാഷകളുണ്ട്. ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളാണ് നിലവിലുള്ളത്. ഇനി ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് സമുദ്രതീരമുള്ളത്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് സമുദ്രതീരമുള്ളത്? 9 സംസ്ഥാനങ്ങൾക്കാട്ടോ. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? സമുദ്രതീരമുള്ളത്. കേരളത്തിൽ എത്ര ജില്ലകൾക്ക് സമുദ്രതീരമുണ്ടെന്ന് ചോദിച്ചാൽ 9 ജില്ലകൾക്ക്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്ക് സമുദ്രതീരമുണ്ട്? അതും 9. അപ്പൊ രണ്ടും 9 തന്നെ കേട്ടോ. ഓർത്തു നോക്കുക. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ. ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഇത് ഉത്തരായന രേഖ. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 എണ്ണമാണ്. ഇനി ഇന്ത്യൻ പ്രാദേശിക സമയരേഖ എത്രയാണ്? ഇന്ത്യൻ പ്രാദേശിക സമയരേഖ ഏതാ? 82.5 കിഴക്ക് രേഖാംശമാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. 82.5 കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ പ്രാദേശിക സമയരേഖ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ഏതാണ്? ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി
ഏതാ ജലം ബ്രഹ്മപുത്ര അല്ലെ? ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മപുത്രയാണ്. ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ചോദിച്ചാൽ ഏതാ? ബ്രഹ്മപുത്രയാണ്. ജലം ഉൾക്കൊള്ളുന്നതാണ്. ഏറ്റവും വലിയ നദി വേറെയാണ്. ഏറ്റവും ജലം ഉൾക്കൊള്ളുന്നത് ചോദിച്ചാൽ മാത്രം ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? സിന്ധു ആണ് അല്ലെ? സിന്ധു ആണ്. ഓപ്ഷൻ ബി സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? സിന്ധു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മറ്റേത് ഉപഭൂഖണ്ഡമാണ്, ഇത് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി അതേതാ? അത് ഗോദാവരിയാണ്. ഓർത്തുവെക്കുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയുമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? ഗംഗാ നദി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു നദി. ഇനി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഏതാ? കാഞ്ചൻഗംഗയാണ് അല്ലെ? കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് ഏത്? കാഞ്ചൻജംഗ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? അത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഏതാ? ഗോഡ്വിൻ ഓസ്റ്റിൻ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചിവിടെ. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗ. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലുത് കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിന് അല്ലെങ്കിൽ മൗണ്ട് K2 എന്നും പറയാറുണ്ട് കേട്ടോ. ഗോഡ്വിൻ ഓസ്റ്റിന്റെ മറ്റൊരു പേരാണെന്ത്? മൗണ്ട് K2. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഇത് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 എന്ന് പറയുന്നത്. ഇനി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലുതാ ചോദിക്കുന്നുണ്ടെങ്കിൽ അതേതാ? അത് കാഞ്ചൻജംഗയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആരവല്ലി കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ചോദിച്ചാൽ ഏതാ? അത് ആരവല്ലിയാണ്. ഇനി 32ാമത്തെ ചോദ്യം, ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താ? ഒഡീഷയിലാട്ടോ. ഒഡീഷയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാ? ഒഡീഷയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാ? ഓപ്ഷൻ സി ആണ്, ജോഗ് വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഓപ്ഷൻ സി ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ഇത് ജോഗ് വെള്ളച്ചാട്ടം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാ? താർ മരുഭൂമിയാണ്. ഓപ്ഷൻ ബി താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ചോദിച്ചാൽ ഏതാ? താർ മരുഭൂമിയാണ്. ഇനി 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാ? ഓപ്ഷൻ സി തെഹിരിയാണ് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇത് തെഹിരി. ഇനി 36ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഏതാ? ഹീരാക്കുഡ് ആണ് അല്ലെ? ഓപ്ഷൻ ഡി ഹീരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഏതാ? ഹീരാക്കുഡ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹിരി. ഉയരം തെഹിരി, നീളമാണെങ്കിൽ ഹീരാക്കുഡ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? വൂളാറാണ് കേട്ടോ. ഓപ്ഷൻ എ വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? വൂളാർ തടാകമാണ്. ഇനി 38ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാ? നമ്മൾ പറഞ്ഞു ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ഏതാ? ചിൽക്ക തടാകം. എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ഇനി ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? എവിടെയാ? ശരാവതിയിലാട്ടോ. ഓപ്ഷൻ ബി ശരാവതിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? ശരാവതിയിലാണ്. ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, അതായത് ഇങ്ങനെ
ഏതാ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാ? 3214 കേട്ടോ. 3214 ഓപ്ഷൻ ഡി ആണ്. 3214 കിലോമീറ്റർ അല്ലെങ്കിൽ 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം അതെങ്ങനെ എഴുതാ? ഇങ്ങനെ അല്ലേ, കിഴക്ക് പടിഞ്ഞാറ് ദൂരം അതെത്രയാ? 2933 കേട്ടോ. 2933 ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാ? 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരമാണെങ്കിൽ 3214. 3214 ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറാ ചോദിക്കുന്നതെങ്കിൽ അത് 2933 കിലോമീറ്ററുമാണ്. ഇനി ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? എത്രയാ? 7516 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി. എത്ര കിലോമീറ്ററാ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമുദ്ര അതിർത്തി എന്ന് മാത്രമാ ചോദിക്കുന്നതെങ്കിൽ എത്ര എഴുതണം? 7516 കിലോമീറ്റർ ആണ്. ഇനി പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പട്ടികവർഗക്കാര് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലാണ് പട്ടികവർഗക്കാര് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? മധ്യപ്രദേശാണ്. ഇനി ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്ററാണ്? എത്രയാ? 15200 കിലോമീറ്റർ അല്ലെ. 15200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത്. 15200 എന്നും പറയാറുണ്ട്, അതുപോലെ 15106 എന്നും കാണാറുണ്ട്. ഇത് രണ്ടും ആൻസറായിട്ട് PSC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 15200 കിലോമീറ്റർ ആണ് ശരിക്കും PSCക്ക് ആൻസറായിട്ട് വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് എക്സാമിൽ. ഓർത്ത് നോക്കുക, ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണെന്ന് ചോദിച്ചാൽ 15200 കിലോമീറ്റർ ആണ്. ഇനി അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാ? ഉത്തർപ്രദേശ് ആട്ടോ. ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്, ഉത്തർപ്രദേശ്. ഇനി പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ് ആണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. പട്ടികവർഗക്കാരാണെങ്കിലോ അത് മധ്യപ്രദേശ്. പട്ടികജാതിക്കാരാണെങ്കിൽ ഉത്തർപ്രദേശ്. ഇനി ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാ? ഭൂട്ടാൻ ആട്ടോ. ഓപ്ഷൻ ബി ഭൂട്ടാനാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത്. കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഇത്, ഭൂട്ടാന്. ഇനി ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം അതേതാ? ചൈനയാണ് അല്ലെ. ഓപ്ഷൻ എ ചൈനയാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ? ചൈനയാണ്. ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ഏതിനാ? ബംഗ്ലാദേശിനാട്ടോ. ബംഗ്ലാദേശിനാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം ഏതാ? ബംഗ്ലാദേശിനാണ്. അപ്പം നമ്മൾ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. എന്നാൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇനി പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാന്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? രാജസ്ഥാനാണ്. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാ? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്, ഉത്തർപ്രദേശ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഏതാ? ജമ്മു കാശ്മീർ ആണ്. ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്, ജമ്മു കാശ്മീർ. ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. ഓപ്ഷൻ സി ഹരിയാനയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണേത്? ഹരിയാന. ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കുറവ് നമ്മൾ പറഞ്ഞു ഹരിയാനയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം അതേതാ? അത് മിസോറാം ആട്ടോ. മിസോറാമാണ്. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ഇനി 55ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏതാ? ശതമാനാടിസ്ഥാനത്തിലും അല്ലാതെയൊക്കെ വനം കുറവുള്ള സംസ്ഥാനമാണ് ഏത്? ഹരിയാന എന്ന കാര്യം ഓർത്തു വെക്കുക. ഏതാ? ഹരിയാനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനമാണേത്? ഹരിയാന. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വനമുള്ളത്? എവിടെയാ? മധ്യപ്രദേശിലാട്ടോ. മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? മധ്യപ്രദേശാണ്. ഇനി ലോകത്തിൽ വനവിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകത്തിൽ വനവിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനത്താണ്. ലോകത്തിൽ ഇന്ത്യ വനവിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 10ാം സ്ഥാനത്താണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല? അത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാ? അലിരാജ്പൂർ ആണ്. ഓപ്ഷൻ ഡി അലിരാജ്പൂർ. ഇന്ത്യയിൽ സാക്ഷരത കുറഞ്ഞ ജില്ല ചോദിച്ചാൽ ഏതാ? അലിരാജ്പൂർ ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? ഗോവയാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? ഗോവയാണ്. ഇനി ഇന്ത്യയിൽ സാക്ഷരത കൂടിയ ജില്ല ഏതാ? ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല ഏതാ? സെർച്ചിപ്പ് ആണ് കേട്ടോ. സെർച്ചിപ്പ്. ഓപ്ഷൻ എ സെർച്ചിപ്പ്. ഇന്ത്യയിലെ സാക്ഷരത കൂടിയ ജില്ലയാണ് ഏത്? സെർച്ചിപ്പ്. ഇനി സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സാക്ഷരത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ്. ബീഹാർ ആട്ടോ. ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല നമ്മൾ പറഞ്ഞു മാഹിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഗുജറാത്തിലെ കച്ച് ആണ് കേട്ടോ. കച്ച് എന്ന് പറയുന്ന ജില്ലയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ആണ്. ഓപ്ഷൻ ബി ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. അടുത്തത്, കേരളത്തിലെ സാക്ഷരത എത്ര ശതമാനമാണ്? കേരളത്തിലെ സാക്ഷരത എത്ര ശതമാനമാണ്? എത്രയാ? ഇതിൽ 93.9 പറയുന്നുണ്ട്, അതേപോലെ 94% പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുക നിങ്ങൾ. 93.91 ഉണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 94% ഉണ്ടെങ്കിൽ അതും എഴുതാം. കേരളത്തിൽ നിലവിലെ സാക്ഷരത എത്രയാണെന്ന് ചോദിച്ചാൽ 94 എഴുതാം, അതേപോലെ 93.9 എഴുതാം. ഇനി ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടിയ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ് അല്ലേ. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? കേരളമാണ്. ഇനി 67ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും ചെറുത് നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? ലക്ഷദ്വീപാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ഓപ്ഷൻ സി ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? രാജസ്ഥാൻ അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? രാജസ്ഥാന്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം
ഏതാ മൽക്കജ്ഗിരിയാണ്. ഓപ്ഷൻ എ മൽക്കജ്ഗിരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് ഇത് മൽക്കജ്ഗിരി. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാ? ഡൽഹിയിലുള്ള ചാന്ദിനി ചൗക്കാണ്. ചാന്ദിനി ചൗക്ക് എവിടെയാ? ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ഏത്? ചാന്ദിനി ചൗക്ക്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാ? ലഡാക്ക് ആണ്. ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ഏത്? ലഡാക്ക്. ഇനി ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ആൻഡമാൻ നിക്കോബാർ. ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ആൻഡമാൻ നിക്കോബാർ. ഇനി ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാ? ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാ? മുംബൈ സിറ്റി ആട്ടോ. മുംബൈ സിറ്റിയാണ്. ഓപ്ഷൻ ബി മുംബൈ സിറ്റി. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാ? മുംബൈ സിറ്റിയാണ്. 74 ജനസാന്ദ്രത കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജനസാന്ദ്രത കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാ? ന്യൂഡൽഹി ആട്ടോ. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ജനസാന്ദ്രത കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ന്യൂഡൽഹി. ഇനി ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാ? ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ് ആണ്. ഇനി 76ാമത്തെ ചോദ്യം, ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപ് ആണ്. ഓപ്ഷൻ സി ലക്ഷദ്വീപ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ലക്ഷദ്വീപ്. ഇനി ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം എവിടെയാ? ഡൽഹിയിലാട്ടോ. ഓപ്ഷൻ എ ഡൽഹിയിലാണ് ജനസംഖ്യ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇനി UN-ന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? UN-ന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്തെത്തി? 1-ാം സ്ഥാനത്താണ് അല്ലെ? 1-ാം സ്ഥാനത്താണ്. ഇനി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. ഓപ്ഷൻ ഡി ബീഹാർ ആണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാ? 74.04 ആട്ടോ. 74.04. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് എത്രയാ? 74.04 ആണ്. ഇനി ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? സിക്കിമാണ് അല്ലെ? ഓപ്ഷൻ ബി സിക്കിമാണ്. ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? സിക്കിമാണ്. 82 ഇന്ത്യയുടെ ജനസാന്ദ്രത എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാ? 382 ചതുരശ്ര കിലോമീറ്റർ ആട്ടോ. ഓപ്ഷൻ സി ആണ് 382 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാ? 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. 83ാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? പുതുച്ചേരി ആട്ടോ. പുതുച്ചേരിയാണ്. ഓപ്ഷൻ എ പുതുച്ചേരി. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? പുതുച്ചേരി. 84ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാ? 1084:1000 ആണ്. 1084:1000. കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാ? 1084:1000. ഇനി ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ് അല്ലെ? ഓപ്ഷൻ സി ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. അടുത്തത്, സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാനയാട്ടോ. ഓപ്ഷൻ ബി ഹരിയാന. സ്ത്രീ പുരുഷ അനുപാതം കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് ഹരിയാന. 87ാമത്തെ ചോദ്യം, 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഇന്ത്യൻ നഗരം ഏതാണ്? 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഇന്ത്യൻ നഗരമാണ് ചണ്ഡീഗഡ്. ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നഗരമാണ് ഇത് ചണ്ഡീഗഡ്. 88 ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്?
ഇന്ത്യയുടെ പടിഞ്ഞാറേ വശത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്തുള്ള സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ് അല്ലെ, ഗുജറാത്ത് ആണ്. ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഇത് ഗുജറാത്ത്. ഇനി സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം ഏതാ? സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. ഓപ്ഷൻ ഡി കേരളമാണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാ? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ് ആണ് അല്ലെ. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏതാ? നാഗ്പൂർ ആട്ടോ. ഓപ്ഷൻ ബി നാഗ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയാണ് ഏത്? നാഗ്പൂര്. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്. ഓപ്ഷൻ എ തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ഏതാ? ആന്ധ്രയാണ് അല്ലെ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ആന്ധ്രയാണ്. എപ്പായിരുന്നു ആന്ധ്ര രൂപീകൃതമായത്? 1953 അല്ലെ. 1953 ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നത്. 1956 നവംബർ 1 എന്തായിട്ട് മാറുന്നത്? ആന്ധ്ര എന്നുള്ളത് ആന്ധ്രാപ്രദേശ് ആയിട്ട് മാറുന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി വലിപ്പത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വലിപ്പത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാം സ്ഥാനമാണ്. ഓപ്ഷന് 7ാം സ്ഥാനം. 95 ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? എത്രയാ? 2.42% 2.42% ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം ചോദിച്ചാൽ 2.42%. ഇനി ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം? എത്രയാ? 17.5%. ഓപ്ഷൻ സി 17.5%. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം? 17.5%. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാ? 97ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാ? ഏതാ? അയലയാട്ടോ. ഓപ്ഷൻ ബി അയലയാണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ചോദിച്ചാൽ ഏതാ? അയലയാണ്. ഇനി ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാ? ഓപ്ഷൻ ബി 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം ചോദിച്ചാൽ എത്രയാ? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാ? ഓപ്ഷൻ സി ഹോക്കി ആട്ടോ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാ? ഹോക്കിയാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാ? ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാ? ഭരതനാട്യമാണ്. ഓപ്ഷൻ ഡി ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാ? ഭരതനാട്യമാണ്. ഇനി ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ച വർഷം ഏതാണ്? അപ്പൊ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഇത് ഗംഗാ ഡോൾഫിൻ എന്ന് പറയുന്നത്. അതിനെ അംഗീകരിച്ച വർഷം ഏതാണ്? ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ച വർഷം ഏത് വർഷം അംഗീകരിക്കുന്നത്? 2009 2009 ഇനി 102ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാ? മാമ്പഴമാണ്. ഓപ്ഷൻ എ മാമ്പഴം. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാ? മാമ്പഴം. ഇനി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഓപ്ഷൻ ഡി താമര അല്ലെ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാ? താമരയാണ്. ഇനി ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം ഏതാണ്? ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം
എന്നാൽ 2008 കേട്ടോ ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം എന്ന 2008. ഇനി ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ച വർഷം എന്നാൽ 2010 ജൂലൈ 15 കേട്ടോ. 2010 ജൂലൈ 15 ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിക്കുന്നത്. ആരായിരുന്നു ഇത് രൂപകൽപ്പന ചെയ്തത്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാന്ന് വെച്ചാൽ ഡി ഉദയകുമാർ കേട്ടോ. ഡി ഉദയകുമാർ. അപ്പോൾ ചിഹ്നം അംഗീകരിച്ച വർഷം 2010 ജൂലൈ 15. അത് രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് ഡി ഉദയകുമാർ ആണ്. ഇനി ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു ഏതായിരുന്നു? 2009 അത് അംഗീകരിക്കുന്നത്. ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത്. 107 ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ അംഗീകരിച്ച വർഷം ഏതാ? ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ അംഗീകരിച്ച വർഷം എന്നാൽ 2010 അല്ലേ. 2010 ദേശീയ പൈതൃക ജീവിയായിട്ട് ആരെ അംഗീകരിക്കുന്നത്? ആനയെ അംഗീകരിക്കുന്നത്. 108 ഇന്ത്യയുടെ ദേശീയ നദി ഏതാ? ഇന്ത്യയുടെ ദേശീയ നദി ഏതാ? ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാ? ഗംഗാ നദി. ഇനി ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാ? ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി നമ്മൾ പറഞ്ഞു ആനയാണ്. 2010 അംഗീകരിച്ചത്. ഇനി ദേശീയ കലണ്ടറായിട്ട് ശകവർഷത്തെ അംഗീകരിച്ച വർഷം ഏതാ? ദേശീയ കലണ്ടറായിട്ട് ശകവർഷത്തെ അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22 കേട്ടോ. ദേശീയ കലണ്ടറായിട്ട് ശകവർഷത്തെ അംഗീകരിച്ചതെന്ന 1957 മാർച്ച് 22. ഇനി ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാ? ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാ? ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാ? ശകവർഷ കലണ്ടർ. ഇനി കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ച വർഷം ഏതാ? കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ച വർഷം ഏതാ? 1972. ഇന്ത്യയുടെ ദേശീയ മൃഗം നമ്മൾ പറഞ്ഞു കടുവയാണ്. ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ച വർഷം ഏതാ? ദേശീയ പക്ഷിയായിട്ട് നമ്മുടെ മയിലിനെ അംഗീകരിച്ച വർഷം എന്നാ 1963. ഓപ്ഷൻ സി 1963 ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാ? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാ? ഹിന്ദിയാണ്. ഓപ്ഷൻ എ ഹിന്ദിയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാ? ഹിന്ദിയാണ്. 116 ചോദ്യം. നമ്മുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ച ദിവസം ഏതാ? ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ച വർഷം എന്നാ 1950 ജനുവരി 26 അല്ലേ. 1950 ജനുവരി 26 സിംഹമുദ്ര അംഗീകരിക്കുന്നത്. ഇനി ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്. നമ്മുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം എന്നാ 1947 ജൂലൈ 22. 1947 ജൂലൈ 22 പതാകയെ ആരംഗീകരിക്കുന്നത്? ദേശീയ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അംഗീകരിച്ച ദിവസം ഏതാ? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അംഗീകരിച്ച ദിവസം എന്ന 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം അംഗീകരിച്ചതെന്ന 1950 ജനുവരി 24. ഇനി ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാ? ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാ? ഏതാ? സിംഹമുദ്രയാണല്ലേ. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാ? സിംഹമുദ്ര. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന അംഗീകരിച്ച ദിവസം ഏതാ? ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള ദേശീയ ഗാനമായ ജനഗണമന അംഗീകരിച്ച ദിവസം എന്ന 1950 ജനുവരി 24 നമ്മുടെ വന്ദേ മാതരം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരവും ദേശീയ ഗാനമായ ജനഗണമനയും അംഗീകരിച്ചത് ഒരേ ദിവസമാണ് 1950 ജനുവരി 24. ഇനി ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? ന്യൂഡൽഹി. ഓപ്ഷൻ എ ന്യൂഡൽഹി. 122 ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം എന്നാണ്. ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം എന്ന 1950 ജനുവരി 26 അല്ലെ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് 1950 ജനുവരി 26. അവസാനത്തെ ചോദ്യമാണ് ഭാരതം സ്വതന്ത്രമായതെന്നാണ്. ഇന്ത്യ സ്വതന്ത്രമായത് എന്നായിരുന്നു 1947 ഓഗസ്റ്റ് 15.